ഈ FCR ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് വരുന്ന പണത്തിൻ്റെ ടാക്സ് കൊടുത്തിട്ട് ബാക്കിയുള്ള പണം കൊണ്ട് ഞാൻ സുവിശേഷ വേല ചെയ്യും. അതാ ശരിക്കും ചെയ്യേണ്ടത്. ഗോ ദി എക്സ്ട്രാ മൈൽ. ഞങ്ങൾക്ക് വരുന്ന ഫോറിൻ കറൻസിയുടെ ടാക്സ് കൊടുത്തിട്ട് ബാക്കിയുള്ള പൈസ കൊണ്ട് ഞങ്ങൾ സഭയുടെ കാര്യങ്ങൾ നടത്തും. നമുക്ക് എന്തിനാണോ നമ്മൾ ഇതിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? അങ്ങനെ നമ്മളൊരു മാതൃക കാണിച്ചാണ്ടല്ലോ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും നമ്മളെപ്പോലെ കാണിക്കാനും പറ്റില്ല. എന്ന് മാത്രമല്ല, നമ്മളുടെ റെസ്പെക്റ്റ് ഈ നാട്ടിൽ വർദ്ധിക്കും. ആളുകൾ ഇങ്ങോട്ട് വരും വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ആളാണ് ഞാൻ പറയാണ്. പക്ഷെ നമ്മൾ ഈ ദ്രവ്യത്തിന് വളരെയധികം ഇത് കാണിച്ചിട്ട് നമ്മളിവിടെ മൈനോറിറ്റിയാണ്, എന്നിട്ടും നമുക്ക് FCRI കിട്ടുന്നുണ്ടല്ലോ. ഗൾഫിൽ നമുക്ക് ആരെങ്കിലും FCRI തരുമോ? അമേരിക്ക തരുമോ? മൈനോറിറ്റിയാണ്, നമുക്ക് FCRI കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ടാക്സ് ഇല്ലാത്ത പണം. അതാണ് FCRI എന്ന് പറഞ്ഞാൽ. ടാക്സ് അടച്ച പണമല്ലല്ലോ, ആണോ? വാസ്തവത്തിൽ നമ്മൾ ടാക്സ് അടക്കേണ്ടതല്ലേ? പക്ഷെ നമ്മൾ ടാക്സ് അടയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഈ FCRI അവർ തന്നിരിക്കുന്നത്. ഇത്രയും നല്ല ഒരു ഗവൺമെൻറ് നമ്മുടെ ഭാരതത്തിലുള്ള സ്ഥിതിക്ക് നമുക്ക് കിട്ടിയ FCRI നമ്മൾ സൂക്ഷിക്കുക, അതിനെ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാതിരിക്കുക, ഭാരതത്തിന് അനുകൂലമായ നടപടികൾ എടുക്കുക. എന്തെങ്കിലും ഒരു നമുക്കെതിരെ എലിഗേഷൻ വരികയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചാനലുകളുണ്ട്, ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ മറ്റുള്ളവരോട് BJPയെ പറ്റിയും മോദിജിയെ പറ്റിയും മോശം പറയുക, അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇറാനും ഇസ്രായേലും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് സംസാരിക്കാൻ ആളില്ല. അവിടെയാണ് മോദിജിയെ കാണുന്നത്. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമ്മളെ രാജ്യത്തിനകത്ത് ഇരുന്ന് തന്നെ രാജ്യദ്രോഹം പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. നമുക്ക് FCRI കിട്ടുന്നുണ്ട്, നമ്മൾ മൈനോറിറ്റി ആയിട്ടും നമുക്ക് FCRI കിട്ടുന്നുണ്ട്. ടാക്സ് കൊടുക്കാതെ നമ്മുടെ പ്രസ്ഥാനങ്ങൾ നമുക്ക് നടത്താം ഫോറിൻ മണി കൊണ്ട്. ആ ഫോറിൻ മണി മുഴുവൻ ടാക്സ് കൊടുക്കണം എന്നുള്ളൊരു നിയമം നാളെ വരും. വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? FCRI എന്ന് പറഞ്ഞ നിയമം ആർക്കും വേണ്ട. ഭാരതത്തിൽ തന്നെ FCRI ഇല്ല. ഇപ്പോൾ ഫോറിൻ മണി നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ അക്കൗണ്ടിൽ കൂടെ വരണം. അതിന് നിങ്ങൾ എല്ലാവരും, മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും ടാക്സ് കൊടുക്കണം. അങ്ങനെ ഒരു നിയമം ഭാരത സർക്കാർ കൊണ്ടുവന്ന് നിങ്ങൾ എന്ത് ചെയ്യും? അതവർ കൊണ്ടുവരാനും കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ കിട്ടിയ FCRI സൂക്ഷിക്കുക, അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക. എന്നിട്ട് അത് ഇല്ലാതാവുകയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അത് ശരിയായ വഴിക്ക് അത് നേടിയെടുക്കാനായിട്ട് നോക്കുക. അല്ലാതെ നിയമം കുറച്ച് കഠിനമാക്കിയെന്നും പറഞ്ഞിട്ട് ഗവൺമെൻറ്റിനെതിരെ തിരിഞ്ഞാണ്ടല്ലോ, അത് നിങ്ങളെയും എന്നെയും നമ്മളെല്ലാവരെയും അത് ബാധിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കോംപ്രമൈസ് ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മുടെ മനസ്സിനകത്ത് ഈ വിഗ്രഹമുണ്ട് എന്നുള്ളത് ദൈവം തെളിയിക്കുകയാണ്. ഈ FCRI നമ്മുടെ ഒരു വിഗ്രഹമാണ് എന്നാണ് ദൈവം തെളിയിക്കുന്നത്. എനിക്കുണ്ടായിരുന്ന ഒരു വിഗ്രഹം, എനിക്കൊരു വിസ കിട്ടണം അമേരിക്കയിൽ പോകാൻ. ആ വിഗ്രഹത്തെ ദൈവം തകർത്തു. 3 പ്രാവശ്യം അവർ എന്നെ വിസ നിഷേധിച്ചു. അതൊരു വിഗ്രഹം തകർച്ച തന്നെയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എനിക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ദൈവം തരുന്നെങ്കിൽ തരട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് അമേരിക്കയിൽ പോയി പഠിക്കാനുള്ള അഡ്മിഷൻ കിട്ടി, നല്ലൊരു കോളേജിൽ, നല്ലൊരു സെമിനറിയിൽ. ഡോക്ടറൽ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷനാണ് കിട്ടിയത്, സാധാരണ സ്റ്റഡീസിനല്ല. അഡ്മിഷൻ കിട്ടി, സ്കോളർഷിപ്പ്, ഫുൾ ട്യൂഷൻ ഫ്രീ സ്കോളർഷിപ്പ് കിട്ടി, സ്റ്റൈപ്പൻഡും അവർ വാഗ്ദത്തം ചെയ്തു. എന്നിട്ടും ഫൈനാൻഷ്യലൊക്കെ നല്ല സ്ട്രോങ് ആണ് കാണിച്ചിട്ടും അമേരിക്കക്കാർ എനിക്ക് വിസ തന്നില്ല. ഇതേ പേപ്പറും കൊണ്ട് ഒരു വെള്ളക്കാരനായ ന്യൂസിലൻഡുകാരനാണ് ഞാനെങ്കിൽ ഇതേ പേപ്പർ കൊണ്ട് ഞാൻ അവിടെ ഇതേ ഇംഗ്ലീഷും വെച്ചിട്ട് പോയിരുന്നെങ്കിൽ എൻ്റെ ഗ്രേഡ് പോയിൻ്റ് ആവറേജൊക്കെ വളരെ ഹൈ ആണ്, എൻ്റെ ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ റിസൾട്ട്സും വളരെ ഹൈ ആണ്. പക്ഷേ വെള്ളക്കാരനായിരുന്നു ഞാനെങ്കിൽ അവർ ഉടനെ എനിക്ക് ആ വിസ തന്നേനെ. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇത് റേസിസമാണ്, നിങ്ങളെല്ലാവരും റേസിസ്റ്റാണ്, നിങ്ങളെല്ലാം മോശക്കാരാണ്, ഞാൻ നിങ്ങളെ ശപിക്കുന്നു. ഇതൊക്കെ എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ പറഞ്ഞത്, ദൈവമേ അവരോട് ക്ഷമിക്കണേ, അവർക്ക് അറിഞ്ഞൂടാ ഈ ഭാരതത്തിൽ ഒറ്റയ്ക്ക് ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസിച്ച് വന്ന് ഒരുപാട് അവഹേളന അനുഭവിച്ചിട്ടും ദൈവഭാഗത്ത് പിടിച്ചു നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച്, ഞാൻ ഈ ഒരു 5 കൊല്ലത്തെ ഹാർഡ് വർക്കാണ് ഈ ഡോക്ടറൽ അഡ്മിഷൻ. അതിനുവേണ്ടി ഞാൻ അപ്ലൈ ചെയ്തത് കിട്ടി. എന്നിട്ട് അവർ വിസ തരില്ല എന്ന് പറഞ്ഞ് എന്നെ നിഷേധിച്ചപ്പോൾ എനിക്ക് വളരെയധികം ദുഃഖം തോന്നി. പക്ഷെ ഞാൻ അന്ന് ദൈവത്തോട് പറഞ്ഞ, ദൈവമേ അനുഗ്രഹിക്കണേ, അമേരിക്കയെ അനുഗ്രഹിക്കണേ, അമേരിക്കൻ പ്രസിഡൻറ്റിനെയും നീ അനുഗ്രഹിക്കണേ. ശപിക്കാൻ എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്, പല കാര്യം എൻ്റെ മനസ്സിൽ വന്നു. ദൈവം തന്നെ എന്നോട് ഇടപെട്ടു. ആ കർത്താവ് ഫിഗ് ട്രീയെ ശപിച്ചില്ലേ, അതേമാതിരി കൗൺസിലേറ്റിനെ ശപിച്ചില്ലാതാക്കും. അതൊക്കെ ഞാൻ എഴുതി വെച്ചു.
പക്ഷേ ഞാൻ ദൈവസന്നിധി വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച ദൈവനോട് പറഞ്ഞത്, നമ്മൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുക. വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഇറാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ രാത്രിയിൽ എന്നെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഡൊണാൾഡ് ട്രംപിന് വേണ്ടി, എനിക്ക് വിസ നിഷേധിച്ച ആളുകൾക്ക് വേണ്ടി. എന്ത് പ്രാർത്ഥിക്കാൻ? അവർ ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് വേണ്ടി നിന്ന് ജയിക്കാനും ആ നീതി നടപ്പാക്കാനും വേണ്ടി. ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. നമ്മൾ സത്യസന്ധതയോടെ നിൽക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് അനുകൂലമാണ്. ഈ FCRAക്ക് വേണ്ടി നമ്മളിനി ഇതിനു വേണ്ടി ഒരു ഹ്യൂ ആൻഡ് ക്രൈ ഉണ്ടാക്കിയിട്ട് നമ്മളെ നാട്ടിലും പുറമേ നാട്ടിലും നാറേണ്ട കാര്യം നമുക്കില്ല. നമ്മൾ പൈസയ്ക്ക് വേണ്ടിയല്ല ഈ സുവിശേഷ വേല ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാകണമെന്നുണ്ടെങ്കിൽ നമ്മളിത് വലിയ കാര്യമാക്കാതിരിക്കാം. നമ്മളെ ജോലി ചെയ്ത് മുന്നോട്ട് പോകാം. ഫണ്ട് വരും, ഫണ്ട് പോകും. പക്ഷെ ദൈവം എന്നേക്കുള്ളതാണ്. ഫണ്ട് വരും, ഫണ്ട് പോകും. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നേക്കുള്ളതാണ്. അലിഗേഷൻ വരും, അലിഗേഷൻ പോകും. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നേക്കുള്ള, സുവിശേഷ വേല എന്നേക്കുള്ള, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, സ്നേഹിക്കുക, സഹിക്കുക, ക്ഷമിക്കുക, സേവിക്കുക, ശുശ്രൂഷിക്കുക, ഇതിനാണ് ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്. അത് ഓർക്കുക. കാരണം വരാനിരിക്കുന്ന രാജ്യമുണ്ട്. അന്ന് ദൈവം നമുക്ക് ആ പുതിയ ശരീരം തരും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഇവർ ഈ ചോദ്യം ചോദിച്ചപ്പോൾ കർത്താവ് ആ ചോദ്യം തിരിച്ചിട്ട് അവരോട് ചോദിക്കുകയാണ്, മക്കളെ, നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് കൈസർക്ക് നമ്മളെല്ലാവരും കൂടെ കരം കൊടുക്കണോ വേണ്ടയോ? പക്ഷെ നിങ്ങൾ ഓൾറെഡി ആ കൈസറിനെ പണത്തിന് അടിമയായി കഴിഞ്ഞിരിക്കുന്നു. ദ്രവ്യാഗ്രഹത്തിനും പണത്തിനും കൈസർക്കും നിങ്ങൾ അടിമയായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നായിരിക്കും. ഞാൻ എന്ത് നന്മയാണ് ഇനി ചെയ്യാനിരിക്കുന്നത്? അത് വേറൊരാൾ വന്ന് ചോദിക്കുന്നുണ്ട്. കർത്താവ് പറയുന്ന ആ ചോദ്യത്തെ കേട്ട് കർത്താവ് പറയുന്നത് നല്ലൊരു ചോദ്യമാണ് നീ ചോദിച്ചിരിക്കുന്നത്, മറ്റുള്ളവരോട് കരുണ കാണിക്കണം എന്ന് അവനോട് പറഞ്ഞു. ശമരിയക്കാരൻ്റെ ഉപമ കാണിച്ചിട്ട്, നീ ഒരു ടീച്ചറാണ്. നിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഡിസ്ക്വാളിഫൈ ചെയ്ത് പുറത്താക്കുക എന്നുള്ളതല്ല. ആ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് പുറത്തായവനെ ചേർത്ത് പിടിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാ കർത്താവ് ആ ലോയറിനോടും ആ ടീച്ചറിനോടും ആ ന്യായപ്രമാണിസിനോട് അന്ന് ആ ശമരിയക്കാരൻ്റെ ഉപമയിൽ കൂടെ പറഞ്ഞത്. നീ ഈ പരീശന്മാരോടും ചുങ്കക്കാരോടും പാപിനികളോടും കരുണ കാണിക്കുക, അവർക്ക് ഈ വചനം ഉപദേശിച്ചു കൊടുത്തിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരിക ദൈവഭാഗത്തേക്ക്. അതാണ് നീ ചെയ്യേണ്ടത്, അല്ലാതെ അവരെ ന്യായം വിധിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ യഹൂദന്മാർ ആശ്ചര്യചകിതരാവുകയാണ്. കാരണം എന്തൊരു ഉത്തരമാണത്. അവർ ചിന്തിച്ചതിനും ആഴമുണ്ട് കർത്താവിൻ്റെ ഉത്തരത്തിന്. കർത്താവ് എന്താ പറയുന്നത്? നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള ഈ വിഗ്രഹത്തെ നിങ്ങൾ ഉടയ്ക്കണം. ഈ കൈസറാകുന്ന വിഗ്രഹത്തെ നിങ്ങൾ ആദ്യം മാറ്റണം. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉള്ള പണമാകുന്ന വിഗ്രഹത്തെ നിങ്ങൾ ആദ്യം മാറ്റണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം. നിങ്ങളുടെ ഹൃദയം ദൈവത്തിനുള്ളതാണ്. വിശയ്ക്കുള്ളതോ ഫക്രക്കുള്ളതോ ഒന്നുമല്ല. നിങ്ങളുടെ ഹൃദയം ദൈവത്തിനുള്ളതാണ്. ദൈവത്തിന് കൊടുക്കണോ നിങ്ങളുടെ ഹൃദയം? അതിനു വേണ്ടിയാണ് ദൈവം വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മളെ ഹൃദയം ദൈവത്തിന് ഏർപ്പാടാക്കി കൊടുത്തു കഴിഞ്ഞാൽ, യാഗമായി കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ ദൈവം അതിൽ സന്തോഷിക്കും, ദൂതന്മാർ സന്തോഷിക്കും. അങ്ങനെ ആ മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിയേ. കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുകയും ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുകയും. അവർ കേട്ട് ആശ്ചര്യപ്പെട്ട് അവനെ വിട്ടു പോയി കളഞ്ഞു. സാധാരണ ഇതുവരെ സംഭവിച്ച എന്താണ്? ഈ സാധാരണക്കാരൊക്കെ ആണെങ്കിൽ, ഈ ഭർത്തിമായ പോലുള്ള കുഴന്മാരൊക്കെ ആണെങ്കിൽ കർത്താവിൻ്റെ പുറകെ പോവുക ചെയ്യുക, അല്ലേ? കർത്താവ് ആ ചുങ്കക്കാരനായ സക്കായിയുടെ വീട്ടിലേക്ക് പോയി. സക്കായി കർത്താവിൻ്റെ എന്തായി തീർന്നു? ശിഷ്യനായി തീർന്നു, അല്ലേ? കർത്താവിൻ്റെ പുറകെ ആൾക്കാർ പോവുക ചെയ്യാം. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണ കർത്താവിൻ്റെ ശിഷ്യനായ പത്രോസിനെ ദൈവം വിളിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, പ്ലീസ് എന്നെ വിട്ടു പോകൂ എന്ന് കർത്താവിനോട് പറഞ്ഞു. കാരണം ഞാൻ പാപിയായ മനുഷ്യനാണ്, ഞാൻ അവിശ്വസിച്ചു. പക്ഷേ കർത്താവ് അവനെ ചേർത്ത് പിടിച്ചു, അവൻ കർത്താവിൻ്റെ പുറകെ വരണം എന്ന് കർത്താവ് പറഞ്ഞു. മത്തായി, സക്കായി, പാപിനികളായ സ്ത്രീകളെല്ലാം കർത്താവിൻ്റെ പുറകെ വരികയാണ് ചെയ്തത്. പക്ഷേ ഞങ്ങൾ നീതിമാന്മാരാണ്, ഞങ്ങൾക്ക് ഇനി ഒരു പാപക്ഷമയുടെ ആവശ്യമില്ല. മിശിഹ ആണ് നീ എങ്കിൽ നീ ഞങ്ങളെ റോമൻ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിച്ച് ഇവിടെ നിന്നോട് കൂടെ ഞങ്ങൾ വാഴുന്ന ഒരു രാജ്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വന്ന് സ്വന്തം നീതിയിൽ ആശ്രയിക്കുകയും
മറ്റുള്ളവരെ തെറ്റായ അളവുകോൽ വെച്ചുകൊണ്ട് വിധിക്കുകയും ആ അളവുകോൽ സ്വന്തം ഉപയോഗിക്കാതെ, അത് ഞാൻ വേറെ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്, അതേ അളവുകോൽ പ്രകാരം കർത്താവ് അവരെ വിധിക്കുകയാണെങ്കിൽ ഇവരൊക്കെ നരകത്തിൽ പോകും. ഇവർക്ക് ആർക്കും മെമ്പർഷിപ്പ് ഉണ്ടാവില്ല സിനഗോഗിൽ. അതാണ് മത്തായി 5:6-7 എന്ന് പറയുന്നത്. അതിൻ്റെ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേൾക്കണം. അപ്പോൾ മറ്റുള്ളവരെ തെറ്റായ അളവുകോൽ വെച്ച് വിധിച്ചിട്ട് കർത്താവിനെ ഇപ്പം വിധിക്കാൻ വന്നിരിക്കുക, കർത്താവിനെ കൊല്ലിക്കാനും ചിന്തിച്ച് വന്നിരിക്കുക. അങ്ങനെയുള്ള കപടഭക്തിക്കാരായിരിക്കുന്ന ഈ മനുഷ്യർ ഞങ്ങൾ നീതിമാന്മാരാണെന്ന് നടിക്കുകയും കപടഭക്തിക്കാരായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഈ മനുഷ്യർ, ആ മനുഷ്യർക്ക് എന്ത് സംഭവിച്ചു? അവർ ഈ വചനം കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടൊന്നും മാത്രമല്ല, അവർ വിട്ടുപോയി. ഇപ്പം ഞാനീ പറയുന്ന വചനം കേൾക്കുമ്പോൾ ചില ക്രിസ്ത്യാനികൾ, മനോജ് നമ്മുടെ ദൈവസഭയ്ക്കെതിരാണ്, മനോജ് മോദിയുമായി കോംപ്രമൈസ് ചെയ്യപ്പെട്ടവനാണ്. കർത്താവ് കൈസറുമായിട്ട് കോംപ്രമൈസ് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. മനോജ് അവന് ഈ മാർവാടി കുലത്തിൽ ജനിച്ചുകൊണ്ടായിരിക്കും മോദിജിക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ മോദിജിക്കൊന്നുമല്ല പ്രാധാന്യം കൊടുക്കുന്നത്, ഭാരത സർക്കാരിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിപ്പോൾ ആര് ഭരിച്ചാലും എനിക്ക് പ്രശ്നമല്ല. ഭാരതത്തിൻ്റെ സർക്കാർ നല്ല നിയമം കൊണ്ടുവന്നാൽ അത് ഏത് നിയമമാണെങ്കിൽ ഞാൻ പാലിക്കും. അപ്പോൾ മനോജ് കോംപ്രമൈസ്ഡ് ആണ്, കർത്താവ് കോംപ്രമൈസ്ഡ് ആണ് എന്ന് പറയാനാണ് ചില ആളുകൾക്ക് ഇപ്പോൾ തോന്നുക. ഞങ്ങളോട് പറയുന്നു, ഞങ്ങൾ ഭാരതത്തിൻ്റെ എല്ലാ നിയമങ്ങളും കൃത്യമായിട്ട് അനുസരിക്കണം. നീ ആരാ അത് പറയാൻ എന്നായിരിക്കും ചിലർ പറയാം. അതാണ് ഈ വിട്ട് പോയി കളഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ വചനം കേട്ടിട്ട് നിങ്ങൾക്ക് അനുസരിക്കാൻ വേണമെങ്കിൽ ആ ചുങ്കക്കാരെ പോലെ, ആ പാപികളെ പോലെ, ആ കുടന്മാരെ പോലെ, ആ ബലഹീനരെ പോലെ അല്ല, വേണമെങ്കിൽ പരീക്ഷന്മാരെ പോലെ വിട്ടുപോകും. അത് നിങ്ങളുടെ ഇഷ്ടം. ദൈവവചനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഇവിടെയൊക്കെ കാര്യങ്ങൾക്ക് പരിഹാരമാകത്തക്ക രീതിയിലുള്ള നല്ല നല്ല മറുപടികൾ, ചുട്ട മറുപടികൾ കൊടുത്തിട്ട് അവരുടെ ഹൃദയത്തിലെ വിഗ്രഹങ്ങളെ ഉടച്ചിട്ട് കർത്താവ് ആ സിംഹാസനത്തിൽ വിരാജമാനാകാൻ പോവാണ്. സിംഹാസനം എന്ന് പറയുന്നത് ചില ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സിംഹാസനം എന്ന് പറയുന്നത് കർത്താവ് രാജാവായി വാണത് ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് എന്നാണ്. പക്ഷേ ഇതാ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞ് ജയ ജയ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കുകയും യഹൂദന്മാരുടെ രാജാവ് എന്ന ടാഗ് അവൻ്റെ മുകളിൽ വെച്ചിട്ട് അവനെ ക്രൂശിക്കുകയും ചെയ്തില്ലേ? ഇടതും വലതും 2 കള്ളന്മാരെ നിർത്തിയില്ലേ? അവിടെയാണ് കർത്താവ് രാജാഭിഷേകം ചെയ്യപ്പെട്ടത്. അവിടെയാണ് കർത്താവ് രാജാവായത്. യോഹന്നാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ ഗ്ലോറിഫൈഡായി. അതുകൊണ്ടാണ് നമ്മളിതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുന്നത്. അവൻ ഗ്ലോറിഫൈഡായി. അപ്പോൾ ആ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്ന കാര്യം അന്ന് അത് സംഭവിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ഇവരുടെ ഈ വിഗ്രഹങ്ങളൊക്കെ തൻ്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ടിരിക്കുക. നമ്മളെയും ഈ വിഗ്രഹങ്ങളെയൊക്കെ കർത്താവ് തൻ്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾ, ആ പാപത്തിൻ്റെ ശിക്ഷ, പാപം ആസച്ചല്ല, കർത്താവ് പാപിയാവുന്നില്ല, പാപത്തിൻ്റെ കുറ്റം, നമ്മുടെ പാപത്തിൻ്റെ കുറ്റം മൂലം വന്ന് എല്ലാ ശാപങ്ങളും എല്ലാം കർത്താവ് അവൻ്റെ ശരീരത്തിൽ വഹിക്കുകയാണ്. ആ വഹിച്ചിട്ട് മുന്നോട്ട് പോവാണ്. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ വെറുക്കുകയും ചെയ്യും. ഇവരുടെ വെറുപ്പ്, വിദ്വേഷം, കയ്പ്, പക, പിണക്കം ഇതെല്ലാം കൂടെ വഹിച്ച് സാത്താനെ ഇനി ദൈവത്തോട് ക്ഷമ ചോദിച്ചാലും ക്ഷമ കിട്ടാത്ത രീതിയിൽ അവൻ്റെ അന്ത്യ ന്യായവിധി പ്രഖ്യാപിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ കർത്താവ് മരിക്കാൻ പോവാം. മരിക്കുക മാത്രമല്ല, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ശാപത്തെയും പാപത്തെയും മരണത്തെയും ദ്രവത്വത്തെയും സാത്താൻ്റെ അധികാരത്തെയും മുഴുവനായിട്ട് ഇല്ലാതാക്കും. ഒരു പുതിയ മനുഷ്യത്വം സ്ഥാപിക്കും. ആ പുതിയ മനുഷ്യത്വത്തിലേക്ക് ഇന്ന് വന്നിരിക്കുന്ന ആളുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് ഈ ലോകത്തിലെ കാര്യങ്ങളല്ല, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഞാൻ പറഞ്ഞ ഈ ലോകത്തിലുള്ള എല്ലാം ഒഴിവാക്കണം എന്നല്ല, ലോകത്ത് നിന്ന് കഷ്ടമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ലോകത്ത് നിന്ന് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിലുള്ള സാത്താനേക്കാളും വലിയവനാണ് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ, നമ്മുടെ ഉള്ളിലുള്ളവൻ. അവൻ നമ്മളെ സഹായിക്കും. ഏത് കൈസറിന് മുമ്പിലും പൗലോസിനെ നിർത്താൻ സഹായിച്ച അതേ ദൈവം, ഏത് പീലാത്തോസിന് മുമ്പിലും യേശു ക്രിസ്തുവിനെ നിൽക്കാനായിട്ട് സഹായിച്ച അതേ ദൈവം ഇന്ന് നമ്മുടെ പരിചയമായിട്ട്, നമ്മുടെ കോട്ടയായിട്ട്, നമ്മുടെ അധികാരമായിട്ട്, നമ്മുടെ അധികാരിയായിട്ട്, നമ്മുടെ നാവിന്മേൽ ബലം തന്നുകൊണ്ട് അവൻ നിൽക്കുകയാണ്.
നിങ്ങളൊരു ക്രൈസ്തവ പുരോഹിതനാണെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെയുള്ള നിയമങ്ങൾ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ വായിൽ ദൈവം ബലം കൽപ്പിച്ചിരിക്കുക. ദൈവവേദനയിലെ അവിടെ ചെല്ലുമ്പം നിങ്ങളുടെ വായിൽ ദൈവം ഉത്തരം തരും. പരിശുദ്ധാത്മാവാണ് പിന്നെ ഏറ്റെടുക്കുക, അവൻ സംസാരിക്കും. അതുകൊണ്ട് ദൈവത്തിൽ മാത്രമാകട്ടെ നമ്മുടെ ആശയം, നമ്മുടെ ആശ്രയം എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട്, ഈ ദുഃഖ വെള്ളിയാഴ്ച എന്ന ആൾക്കാർ പറയും നമുക്ക് ഗുഡ് ഫ്രൈഡേ ആണ്, ദുഃഖ വെള്ളിയാഴ്ച സാത്താന്, ദൈവമക്കൾക്ക് ഗുഡ് ഫ്രൈഡേ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ.